സ്നേഹവന്ദനങ്ങൾ പൊടിയുള്ളവരെ, വളരെ രസകരമായൊരു പാഠഭേദമാണ് ഇന്ന് ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. കൂടോത്രം, ആഭിചാരം ഇതൊക്കെയുണ്ടോ? ഈ 21-ാം നൂറ്റാണ്ടിൽ ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ടോ? ഇതൊക്കെയായിരിക്കും ഒരു പക്ഷേ ഈ ഒരു ടോപ്പിക്ക് ഞാൻ കൈകാര്യം ചെയ്യുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യാൻ ആസ്പദമാകുന്ന ചില വാർത്തകൾ, അതിനെക്കുറിച്ച് ആദ്യം ഒന്ന് പരാമർശിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഓമല്ലൂരിലെ എലോഹീം വർഷിപ്പ് സെൻറ്ററും പാസ്റ്റർ ബിനു വാഴമുട്ടും ഒക്കെ കുറേ പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുകയാണ്. അവരെക്കുറിച്ചുള്ള വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ക്രിസ്തീയ മാധ്യമങ്ങൾ മാത്രമല്ല, സെക്കുലർ മാധ്യമങ്ങളും പലതരത്തിലുള്ള വീഡിയോകൾ കൊണ്ടുവരുന്നു. അതിനകത്ത് ഈ ദിവസങ്ങളിൽ വളരെ പ്രധാനമായിട്ടും ഈ ബിനു വാഴമുട്ടം പാസ്റ്റർക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ആണ്. അദ്ദേഹത്തിൻ്റെ ലൈവിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഒരു ഭാഗം. ഒരു കുടുംബത്തോട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്കെതിരെ ക്ഷുദ്രപ്രയോഗം അല്ലെങ്കിൽ ആഭിചാരമൊക്കെ ചെയ്തിട്ടുണ്ട്. ചില ഹൈന്ദവ ദൈവത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞാണ് അദ്ദേഹം അത് പറയുന്നത്. ആ വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് പല മാധ്യമങ്ങളും, അതായത് ക്രൈസ്തവമല്ലാത്ത മാധ്യമങ്ങളും ആ വീഡിയോ വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബിനു പാസ്റ്റർ നടത്തിയിരിക്കുന്നത് എന്നൊക്കെയുള്ള തരത്തിൽ വീഡിയോകൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 1-2 വീഡിയോ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിലൊന്ന് മറുനാടൻ ഷാജൻ സക്രിയയുടെ വീഡിയോ ആണ്. അദ്ദേഹം ആ വീഡിയോ കാണിച്ചിട്ട് പറയുന്നു, ശരിക്കും ഇത്തരം വീഡിയോകൾ മതസ്പർദ്ധ ഉണ്ടാക്കുവാനുള്ള കാരണമായി തീരും. ഇതേ ആശയം തന്നെയാണ് മറ്റൊരു വീഡിയോ ഞാൻ കണ്ടത്. ശീതൾ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വാർത്തകളൊക്കെ പറയുന്ന ഈ സാറ്റയറൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചാനലുണ്ട്. ശീതളിസം എന്ന പേരിൽ എൻ്റെ പ്രോഗ്രാമുകൾ നടത്തുന്നു. ആ ചാനലിലും ഇതേ വീഡിയോ ക്ലിപ്പൊക്കെ കാണിച്ച് ആ ഒരു മാധ്യമപ്രവർത്തക തൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 വീഡിയോകൾ കണ്ടു. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് ഒത്തിരി പ്രചരിക്കുന്നത് കണ്ടപ്പോൾ അസാദിയുടെ പ്രേക്ഷകരുമായിട്ട് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ചില ചിന്തകൾ പങ്കുവെക്കുകയാണ്. അതായത് ആഭിചാരത്തെക്കുറിച്ച്, ആഭിചാരം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, ആഭിചാരം ഈ കാലത്തും വിശ്വസിക്കാൻ പറ്റുമോ, എന്തുകൊണ്ടാണ് ഈ ദൈവങ്ങളുടെ പേരുകളൊക്കെ ഇതിനകത്ത് വരുന്നത്, ഇത്തരം ചില ചിന്തകൾ ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം കേട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നു. വേൾഡ് കപ്പ് നടക്കുകയാണല്ലോ, 2026 ഫുട്ബോൾ വേൾഡ് കപ്പ്. കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ട് ഘാന മത്സരം സമനിലയിൽ പിരിഞ്ഞു. പക്ഷേ ആ മത്സരത്തിൻ്റെ ശേഷം ആ മത്സരത്തിൻ്റെ റിസൾട്ടിനെ കുറിച്ച് വൈറലായിത്തീർന്ന ഒരു ചർച്ചയുണ്ട്. അങ്ങനെ ചർച്ച ഉണ്ടാകാൻ കാരണം, ഈ മത്സരം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ആഫ്രിക്കൻ വിച്ച് ഡോക്ടർ അല്ലെങ്കിൽ ഒരു മന്ത്രവാദി, ആഫ്രിക്കൻ മന്ത്രവാദി, അദ്ദേഹം ഇങ്ങനെ പരസ്യമായിട്ട് ക്ലെയിം ചെയ്തു, ഈ ഇംഗ്ലണ്ട് ഘാന മത്സരത്തിൽ ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ ഹാരി കെയ്ൻ അദ്ദേഹത്തിന് ഗോൾ അടിക്കാൻ കഴിയാതെ വണ്ണം അദ്ദേഹത്തെ സ്പിരിച്വാലിറ്റി കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്പിരിച്വലി ഈ മന്ത്രവാദി തൻ്റെ മന്ത്രക്രിയകൾ കൊണ്ട് ബന്ധിക്കും എന്ന് അദ്ദേഹം ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു. അതായത് ഘാന ഇംഗ്ലണ്ട് മത്സരത്തിൽ ഈ ഹാരി കെയ്നിന് ഗോൾ അടിക്കാൻ പറ്റുകയില്ല, അദ്ദേഹത്തെ സ്പിരിച്വലി ബന്ധിക്കും. അപ്പോൾ ഈ മന്ത്രവാദി ഈ സ്പോർട്സിൽ ഇടപെടുന്ന ആദ്യത്തെ അനുഭവമൊന്നുമല്ല ഇത്. ഇതിനു മുമ്പും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും നീ ഇഞ്ചുറി ഉണ്ടായത് അദ്ദേഹത്തിനെതിരെ ഈ മന്ത്രവാദി ഈ പറഞ്ഞതുപോലെ ഒരു മാന്ത്രിക തന്ത്രം ഉപയോഗിച്ചത് കൊണ്ടാണെന്ന് പണ്ട് തന്നെ ഇദ്ദേഹം ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം മത്സരമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അതായത് ഇംഗ്ലണ്ട് ഘാന മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ മന്ത്രവാദി വന്നിട്ട് പറഞ്ഞു, ഹാരി കെയ്ൻ ഗോളടിക്കത്തില്ല, അതിനുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ഘാനക്കാരനാകുന്ന ഈ ഒരു മന്ത്രവാദി ക്ലെയിം ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മന്ത്രവാദി താനാണെന്ന, ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മന്ത്രവാദി താനാണെന്നാണ് അദ്ദേഹം ക്ലെയിം ചെയ്തത്. എന്താണെങ്കിലും ഘാന ഇംഗ്ലണ്ട് മത്സരം രസകരമായിരുന്നു. കളിയുടെ ഏതാണ്ട് 75% ആധിപത്യം പുലർത്തിയത് ഇംഗ്ലണ്ടാണ്. പക്ഷേ ഒരു ഗോൾ പോലും അടിക്കാൻ പറ്റിയില്ല. 1966 ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്
ഇത്തരത്തിൽ കളിയുടെ ബഹുഭൂരിപക്ഷവും ആധിപത്യം പുലർത്തിയ ഒരു ടീമിന് ഗോൾ അടിക്കാൻ കഴിയാതിരിക്കുന്നത്, പ്രത്യേകിച്ച് 75% കളിയിൽ മുൻകൈ കാട്ടിയ ഒരു ടീമിന് ഗോൾ അടിക്കാൻ കഴിയാതിരിക്കുന്നത് 1966 ശേഷം ആദ്യമായിട്ടാണ്. അതിലും രസകരമാകുന്ന ഒരു സംഗതി, ഇപ്പോൾ ഈ സ്പോർട്സ് പ്രേമികളൊക്കെ ചർച്ച ചെയ്യുന്നൊരു സംഗതി, ഈ ഹാരി കെയ്ൻ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റന് ഈ കളിയിൽ കേവലം 19 പ്രാവശ്യം മാത്രമേ കാല് പന്തിൽ തൊടുവാൻ കഴിഞ്ഞുള്ളൂ. 19 പ്രാവശ്യം. 90 മിനിറ്റ് കളി ഫുൾ അദ്ദേഹം കളിച്ചു. ഈ 90 മിനിറ്റിനിടയിൽ 19 പ്രാവശ്യം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കാലിൽ പന്തെത്തിയത്. മാത്രമല്ല, ഇതും അദ്ദേഹത്തെ സംബന്ധിച്ചൊരു റെക്കോർഡാണ്. ഈ ഹാരി കെയ്ൻ്റെ ഫുട്ബോൾ ചരിത്രത്തിൽ, ഇൻ്റർനാഷണൽ ഫുട്ബോൾ ചരിത്രത്തിൽ ഇത്ര കുറവ് തവണ അദ്ദേഹത്തിൻ്റെ കാലുകളിൽ പന്തെത്തിയിരിക്കുന്നത് ഈ ഒരു കളിയിലാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോൾ ആളുകൾ ചർച്ച ചെയ്തു, ഇതെല്ലാം ഈ പറഞ്ഞ മന്ത്രവാദിയുടെ മന്ത്രത്തിൻ്റെ ശക്തിയാണ്. അതിലും അല്പം വിചിത്രമായ ഒരു കാഴ്ച ഉണ്ടായത്, കളിയുടെ 84-ാം മിനിറ്റിൽ ഈ പറഞ്ഞ ഹാരി കെയ്നിന് ഗോളി മാത്രം മുമ്പിൽ ഉള്ളപ്പോൾ വളരെ ഗോൾ പോസ്റ്റിനടുത്തായിട്ട് ഒരവസരം കിട്ടുന്നു. കൃത്യമായി തൻ്റെ കാലുകളിൽ പന്തെത്തുന്നു. പക്ഷേ ഏതോ ഒരു അന്യലോകത്തകപ്പെട്ട വ്യക്തിയെപ്പോലെ ഹാരി കെയ്ൻ ആ പന്ത് ബാറിന് വളരെ മുകളിലൂടെ അടിച്ച് പുറത്തേക്ക് കളയുന്നു. ഈ ഫുട്ബോൾ ആരാധകർ പറയുന്നത് അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹം എന്തോ ഒരു ഡിസോർട്ടഡ് വിഷനുള്ള ഒരു ആളിനെ പോലെയാണ് പെരുമാറിയത്, അല്ലെങ്കിൽ ലോസ് ഓഫ് വിഷൻ, അദ്ദേഹത്തിന് ഗോൾ പോസ്റ്റ് ഓടാന്ന് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയില്ല, ഒരു ഡിസിനസ് ബാധിച്ച ആ ഒരാളിനെ പോലെയാണ് അദ്ദേഹം ബിഹേവ് ചെയ്തതെന്നാണ് ഈ ഫുട്ബോൾ പ്രേമികൾ ഇപ്പോൾ ഇത് സംബന്ധിച്ച് പറയുന്നത്. ഹാരി കെയ്ൻ അതിനൊരു വിശദീകരണം കൊണ്ടൊക്കെ വന്നു. അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഡിസിനസ് ഒന്നും അദ്ദേഹത്തിന് വന്നില്ല, പക്ഷേ ആ ഒരു ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം കുറേ അധികം സമയം എക്സ്ട്രാ ചിന്തിച്ചെന്ന് പറഞ്ഞു. ഈ ഫുട്ബോളിലൊക്കെ ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിന്തിച്ച് പറഞ്ഞു വന്നപ്പോഴത്തേക്കും അവസരം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഈ മന്ത്രവാദി പറയുന്നത് ഇതെല്ലാം പുള്ളിയുടെ പവറാണെന്ന്. എന്താണെങ്കിലും ഇപ്പോൾ ഫുട്ബോൾ ലോകം ഈ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള അഭിപ്രായങ്ങളും വന്നു. അതായത് സ്പോർട്സിലൊക്കെ ഇടപെടുന്ന ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് ഉണ്ട്, അവർ വന്നിട്ട് പറഞ്ഞു ഈ ആഭിചാരമൊന്നും ക്രിസ്ത്യാനികൾക്ക് ഫലിക്കത്തില്ല, അതുകൊണ്ട് ഈ ഖാനയുടെ മന്ത്രവാദിയൊന്നും ക്രിസ്ത്യൻസിനൊരു പേടിയില്ല എന്നൊക്കെ പറയാനിടയത്തുണ്ട്. അങ്ങനെ പരസ്പരം വാഗ്വാദവും തർക്കമൊക്കെ നടക്കുകയാണ്. എന്താണെങ്കിലും ഇതൊരു ചരിത്രമായി മാറി. ഇതിനെയും എന്തുകൊണ്ടാണ് ഖാനയോട് ഇംഗ്ലണ്ടിന് ഗോളടിക്കാൻ കഴിയാഞ്ഞത്, സമനിലയിൽ മത്സരം പിരിഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ മന്ത്രവാദിക്ക് നല്ല മൈലേജ് കിട്ടി. ഈ കഥ ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ മന്ത്രവാദത്തിനൊക്കെ ശക്തിയുണ്ടോ എന്ന് ഈ നൂറ്റാണ്ടിലും വിശ്വസിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഒരു ചെറിയ ഉത്തരം പോലെയാണ് ഈ ഒരു വാർത്തയുടെ ഇതിനു കൂടെ കൂട്ടി ഞാൻ പറഞ്ഞത്. ശീതൾ തൻ്റെ വീഡിയോയിൽ പറഞ്ഞു, ഈ പറഞ്ഞതൊക്കെ എല്ലാ മതത്തിലും പെട്ടവരുടെ തട്ടിപ്പാണ്. അതായത് ഈ മന്ത്രവാദം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൂടോത്ര പ്രയോഗങ്ങളുണ്ടെന്നൊക്കെ വിശ്വാസം വരുത്തുന്നത് എല്ലാ മതത്തിൽപ്പെട്ടവരുടെയും തട്ടിപ്പാണ്. ആയിരിക്കാം, ഇതൊരു തട്ടിപ്പായിരിക്കാം, ഇത് ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന കാര്യമാണെന്നുള്ളതിലൊന്നും സംശയമില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മളറിയാത്ത പല സത്യങ്ങളുമുണ്ടെന്നുള്ളത്, വാസ്തവങ്ങളുണ്ടെന്നുള്ളത് ഒരുപക്ഷെ മറുനാടനോ ശീതളിനോ ഒന്നും വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല എന്നിരിക്കാം. കാരണം അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അദർശ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും, നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മളറിയാത്ത ഒത്തിരി കാര്യങ്ങൾ അദർശ ലോകത്തുണ്ട്, അദർശ ലോകത്തിലെ ശക്തികളുണ്ട്. ഈ അദർശ ലോകത്തിലെ ശക്തികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ മന്ത്രവാദമൊക്കെ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. മന്ത്രവാദം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ മന്ത്രവാദ പ്രയോഗങ്ങളെക്കുറിച്ച് ഒരിക്കൽ ചെയ്തൊരു വീഡിയോയിൽ അന്നത്തെ KPCC പ്രസിഡൻറ്റ് കെ സുധാകരൻ അദ്ദേഹത്തിനെതിരെ മന്ത്രവാദം ചെയ്തെന്നും ആ മന്ത്രവാദത്തെ ഒഴിപ്പിക്കാനുള്ള ക്രിയയൊക്കെ അദ്ദേഹം ചെയ്തെന്നൊക്കെ ഒരു വാർത്ത പ്രചരിച്ചപ്പോൾ മന്ത്രവാദം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു.
രണ്ടാമതൊരു പ്രാവശ്യം കൂടെ അത് ആവർത്തിച്ച് പറയുന്നതിൽ അല്പം സങ്കടമുണ്ട്. പക്ഷേ പിന്നെയും ഇത്തരം സംഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പേരുകളെക്കുറിച്ച് പറയാം. അതായത് ഇവിടെ പാസ്റ്റേഴ്സ് ഏതെങ്കിലും ഒരു ഹൈന്ദവ ദേവിയുടെ പേരൊക്കെ പറഞ്ഞു എന്നുള്ളതാണല്ലോ പ്രശ്നം. ഇത് കേവലം ബിനു വാഴമുട്ടം പാസ്റ്ററെക്കുറിച്ച് മാത്രമുള്ള ഒരു ആരോപണമല്ല. പൊതുവിൽ ഇങ്ങനെയൊരു പ്രചരണം ഞാൻ ഈ ദിവസങ്ങളിൽ വീഡിയോകളിൽ കണ്ടു. ഈ പറഞ്ഞ ദൈവങ്ങളുടെ പേരുള്ള ഏതെങ്കിലുമൊക്കെ പേരുകൾ ഉപയോഗിച്ച് ആ ദൈവങ്ങളെ പുറത്താക്കുന്നു പെന്തക്കോസ്തിലെ പാസ്റ്റർമാർ എന്ന വിധത്തിൽ പ്രചരണമൊക്കെ ഞാൻ കാണുവാനിടയായി തുടർന്നു. അതുകൊണ്ട് തന്നെ ഈ പേരുകളിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ, ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് വളരെ ബാലൻസ്ഡായിട്ട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുവാനാണ് ആഗ്രഹിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടെ കേട്ട് മനസ്സിലാക്കണം, ഒരു മുൻവിധിയില്ലാതെ കേട്ട് മനസ്സിലാക്കണം. കാരണം സാമൂഹിക സ്പർദ്ധയ്ക്കൊക്കെ ഒരു ചെറിയ തീപ്പൊരി വീണാൽ അതിനെ ഊതി ആളിക്കത്തിക്കുവാനൊക്കെ ആളുകൾ തയ്യാറായി നിൽക്കുന്ന ഒരു കാലത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ തന്നെ ആ പാസ്റ്ററുടെ വാക്കുകളെ എടുത്തിട്ട് പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യം ഒരു തീ കത്തിക്കുക എന്നുള്ളതാണ് എന്നുള്ളതിൽ സംശയമില്ല. അങ്ങനല്ല അവരുടെ ലക്ഷ്യമെങ്കിൽ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്നല്ലാതെ ഞാനെന്ത് പറയാനാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങളും പറയുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പഠനമാണ് ഈ വിഷയത്തെക്കുറിച്ച്. എൻ്റെ നിരീക്ഷണങ്ങൾ, എൻ്റെ അറിവുകളാണ് ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. മന്ത്രവാദം, ആഭിചാരം ഇതൊക്കെ ഉണ്ട്. അത് ചെയ്യുന്ന ആളുകളുണ്ട്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഈ മന്ത്രവാദം ചെയ്യുന്നവർ എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാനൊരു കാര്യം പറയാം. ഇതിനകത്ത് മതത്തിൻ്റെ ഒന്നും വലിയ കാര്യമൊന്നുമില്ല. എല്ലാ മതത്തിൽപ്പെട്ടവരും ആഭിചാരം ചെയ്യുന്നു. ശീതൾ ഒരു തെറ്റ് പറഞ്ഞു, ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഈ മന്ത്രവാദ പരിപാടിയൊന്നും ഇല്ലെന്ന്. അങ്ങനെയല്ല കേട്ടോ. ക്രിസ്ത്യാനികളുടെ ഇടയിലും മന്ത്രവാദികളുടെ ഇടയിൽ പോകുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. അവരെയൊന്നും ഞാൻ ക്രിസ്ത്യാനികളെന്ന് വിളിക്കത്തില്ല, വെറും പേരുകൊണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയിലും ഈ മന്ത്രവാദികളുടെ അടുക്കൽ പോകുന്ന ആളുകളുണ്ട്. ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഇവരൊക്കെ മന്ത്രവാദികളുടെ അടുക്കൽ പോവുകയോ അല്ലെങ്കിൽ മന്ത്രതന്ത്ര വിദ്യകളൊക്കെ ചെയ്യുകയോ ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് പലതരത്തിലാണ് ചെയ്യുന്നത്. ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു തർക്കം കണ്ടു. തർക്കം എന്ന് പറഞ്ഞാൽ ഒരു ഹൈന്ദവ, എനിക്ക് പറയേണ്ട നടത്തില്ല, മന്ത്രവാദിയോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ ഒരു ഹൈന്ദവ വ്യക്തി, അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ വീഡിയോയിൽ പറയുകയാണ്, മുസ്ലിങ്ങൾ ചെയ്യുന്ന ഈ ജിന്നിനെ ഉപയോഗിച്ച് ചെയ്യുന്ന മന്ത്രത്തിനാണ് ഏറ്റവും വലിയ പവറെന്ന് സാധാരണ കേൾക്കാറുണ്ട്. അത് ആർക്കും അഴിക്കാൻ പറ്റത്തില്ലെന്ന് കേൾക്കാറുണ്ട്. പക്ഷേ ഈ ഹൈന്ദവ സ്നേഹിതൻ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ മന്ത്രതന്ത്ര വിദ്യകളിലൂടെ ഈ ജിന്നിനെ കൊണ്ട് കെട്ടിച്ച മന്ത്രവും അദ്ദേഹത്തിന് അഴിക്കാൻ പറ്റും എന്നൊരു ക്ലെയിം. അതിൻ്റെ മറുപടിയായി മറ്റൊരു ഉസ്താദ് വന്നിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗങ്ങൾ ന്യായീകരിക്കുകയാണ് ജിന്നിനെക്കുറിച്ചും ഒക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു ഉസ്താദ് വന്നിട്ട് പറയുകയാണ്, ഈ ശരിക്കും മന്ത്രവാദം എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിന് ഷിർക്കാണ്, അത് അവർക്ക് യോജിച്ചതല്ല, അതുകൊണ്ട് നല്ല മുസ്ലിം മന്ത്രവാദം ചെയ്യത്തില്ല. ഇങ്ങനെ തർക്കങ്ങൾ അങ്ങ് പോകുന്നു. ക്രിസ്ത്യാനിയുടെ കാര്യത്തിലും മന്ത്രവാദം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര ക്രിസ്ത്യാനികൾ അക്സെപ്റ്റ് ചെയ്യും? ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു പേരാണ് കടമുറ്റം സേവ. അതായത് കടമുറ്റം കത്തനാരെന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ഒരു വിശ്വാസങ്ങളൊക്കെ ബന്ധപ്പെട്ട് മന്ത്രവാദം ചെയ്യുന്ന, ആഭിചാരക്രിയകൾ ചെയ്യുന്ന രീതി. അപ്പോൾ ഹിന്ദുവിനുമുണ്ട്, ക്രിസ്ത്യാനിക്കുമുണ്ട്. പിന്നെ ചില മുസ്ലിം പള്ളികൾ അതിനെയൊക്കെ കേന്ദ്രീകരിച്ച്, ചില ദർഗകളെ കേന്ദ്രീകരിച്ച് ചില ഈ മുസ്ലിം ആളുകളുണ്ട്, അവരിതിനകത്തൊക്കെ വളരെ നിപുണരാണെന്ന് പറയുന്നു. അപ്പോൾ എല്ലാ മതത്തിനും ഈ മന്ത്രവാദമൊക്കെയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിനെതിരെ മന്ത്രവാദം ചെയ്തിട്ടുണ്ടെന്നുള്ളതൊരു ഫാക്റ്റാണ്. അതായത് ഒന്നിലൊരു മുസ്ലിം പള്ളിയിലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിലോ അല്ലെങ്കിൽ ഒരു ഹിന്ദു അമ്പലത്തിലോ പോയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ആ വ്യക്തിക്കെതിരെ മന്ത്രവാദം ചെയ്തിരിക്കുന്നു. മന്ത്രവാദത്തിന് ബലമുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. മന്ത്രവാദം ചെയ്തിരിക്കുന്നു, ഒരു ആക്ഷൻ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതൊരു ഫാക്റ്റാണ്. അത് ഫാക്റ്റായിരിക്കെ നിനക്കെതിരെ ഇന്ന പള്ളിയിൽ നിന്ന് ഒരു മന്ത്രവാദം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന സേവ വെച്ചൊരു മന്ത്രവാദം ചെയ്തിട്ടുണ്ട്, ഇന്ന അമ്പലത്തിൻ്റെ
പ്രതിഷ്ഠയുടെ പേരിൽ നിനക്കെതിരെ ഒരു മന്ത്രവാദം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കൊന്നും നിഷേധിക്കാനൊക്കത്തില്ല. കാരണം അതൊക്കെ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അതിനകത്ത് വ്യാജമോ പൊളിയോ ഒന്നുമില്ല. ഇതൊക്കെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വർഷങ്ങളായിട്ട് ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ഭൂതഗ്രസിതരായ ആളുകളിൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കുന്ന ശുശ്രൂഷ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ എതിർക്കുന്ന ആളുകളുണ്ടാകാം. ഈ ഭൂതോച്ചാടനം എന്നൊക്കെ പറയുന്നത് തട്ടിപ്പാണെന്ന് പറയുന്നവരുണ്ടാകാം. അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇത് സയൻറ്റിഫിക്കലി പോലും അക്സെപ്റ്റ് ചെയ്യപ്പെട്ട കാര്യമാണ്. ഭൂതങ്ങളെയല്ല, ഭൂതങ്ങൾ ബാധിച്ചവരെ നമ്മൾ ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന് പറയുമ്പോൾ സയൻസ് അതിനെക്കുറിച്ച് പറയുന്നത്, സൈക്കാട്രിസ്റ്റുകൾ അതിനെക്കുറിച്ച് പറയുന്നത് ഡുവൽ പേഴ്സണാലിറ്റി എന്നോ മറ്റോ ആണ്. അതായത് ഈ വ്യക്തിയിലൊരു ദ്വന്ദ്വ വ്യക്തിത്വം, മറ്റൊരു വ്യക്തി, ഒരു ഐഡൻറ്റിറ്റി ഈ വ്യക്തിക്കകത്തുണ്ട്. അതിനെ ഹിപ്നോട്ടിസം വഴിയൊക്കെ ആ ദ്വന്ദ്വ വ്യക്തിത്വത്തെ ഇല്ലാതാക്കാനാണ് ഈ സയൻസ്, സൈക്കാട്രിസ്റ്റുകൾ ശ്രമിക്കുന്നത്. സത്യത്തിൽ അതേ പണി തന്നെയാണ് ഈ പാസ്റ്റർമാരും ചെയ്യുന്നത്. ഒരിടത്ത് സൈക്കാട്രിസ്റ്റ് ഹിപ്നോട്ടിസം വഴി ആ വ്യക്തിയിലുള്ള ദ്വന്ദ്വ വ്യക്തിത്വത്തെ പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഐഡൻറ്റിറ്റിയെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, പെന്തക്കോസ്തിലെ പാസ്റ്റർമാർ അതേ ദ്വന്ദ്വ വ്യക്തിത്വമുള്ള വ്യക്തിയെ, അതിനുപയോഗിക്കുന്ന പേര് ഭൂതബാധ എന്നാണെന്ന് മാത്രം, ആ വ്യക്തിയിൽ നിന്ന് ആ ദ്വന്ദ്വ വ്യക്തിത്വത്തെ യേശുക്രിസ്തുവിൻ്റെ നാമം പറയുമ്പോൾ അത് പുറത്തു പോകുന്നു. അപ്പോൾ അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ നാമം പറയുമ്പോൾ ഈ വ്യക്തിയിലുള്ള ദ്വന്ദ്വ വ്യക്തിത്വം അല്ലെങ്കിൽ ആ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി പുറത്തു വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പേര് പറയും. ആ പേര് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഹിന്ദു ദൈവത്തിൻ്റേതാകാം, അല്ലെങ്കിൽ ഒരു മുസ്ലിം പള്ളിയുടെയോ ജിന്നിൻ്റെയോ ഒക്കെ പേരാകാം, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ക്രിസ്ത്യൻ പള്ളികൾക്ക് പിന്നിലുള്ള ഈ പറഞ്ഞതുപോലെ കടമറ്റം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയുള്ള പുണ്യവാളന്മാരുടെ പേര് പറഞ്ഞു പോലും ഭൂതങ്ങൾ വെളിപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ, നമ്മൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത്, യേശുവിൻ്റെ നാമം പറയുമ്പോൾ ഇത് പേരെന്താ പറഞ്ഞതെങ്കിലോ അതൊരു പക്ഷേ ക്രിസ്ത്യൻ പേരായിരിക്കാം, ഹിന്ദു പേരായിരിക്കാം, മുസ്ലിം പേരായിരിക്കാം, ഈ ശക്തി ആ വ്യക്തിയെ വിട്ട് പുറത്തു പോകുന്നു. ആ വ്യക്തി സ്വതന്ത്രമാകുന്നു. ആ ദ്വന്ദ്വ വ്യക്തിത്വത്തിൽ നിന്ന് ആള് പൂർണ്ണമായിട്ടും ഫ്രീഡം ഉണ്ടാകുന്നു. ഒരു സൈക്കാട്രിസ്റ്റ് എങ്ങനെയാണോ ഹിപ്നോട്ടിസം വഴി ഈ വ്യക്തിയെ റിക്കവർ ചെയ്യുന്നത്, ഇതുപോലെ തന്നെ പ്രാർത്ഥനയിലൂടെ ഈ വ്യക്തിക്കകത്തുള്ള ദ്വന്ദ്വ വ്യക്തിത്വത്തെ യേശുക്രിസ്തുവിൻ്റെ നാമം പറയുമ്പോൾ ആ വ്യക്തി ഫ്രീഡമായിട്ട് ഒരു നല്ല ഒരു ചിന്തയോടുകൂടെ ആ വ്യക്തിയുടെ വടവർ ഇഷ്യൂ, അതൊരു രോഗമാകാം, ഒരു സൈക്കാട്രിക് ഇഷ്യൂ ആകാം, അതിൽ നിന്ന് പൂർണ്ണമായി വിമുക്തനായി ആ വ്യക്തി പുറത്തു വരുന്നു. പേരുകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ അമ്പലത്തിൻ്റെയോ പള്ളിയുടെയോ മോസ്കിൻ്റെയോ ജിന്നിൻ്റെയോ ഒക്കെ പേര് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. പക്ഷേ ഇന്ത്യയിൽ മാത്രമല്ലല്ലോ ഈ ഭൂതോച്ചാടനവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ലല്ലോ. ഇന്ത്യയിൽ ഒരുപക്ഷെ ഒരു ഭൂതം ഒരു വ്യക്തിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഇവിടെയുള്ള ലോക്കൽ എന്തെങ്കിലും ഒരു ദൈവത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെയോ ഒരു പുണ്യവാളിൻ്റെയോ ഒക്കെ പേരായിരിക്കാം പറയുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, ലോകത്തിൻ്റെ മറ്റ് പല ഭാഗത്തും അങ്ങനെയുള്ള പേരുകളല്ല പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, മുമ്പ് ഞാൻ ആഫ്രിക്കൻ മന്ത്രവാദിയെക്കുറിച്ചല്ലേ പറഞ്ഞത്. ആഫ്രിക്കയിലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഈ പറഞ്ഞതുപോലൊരു ഭൂതബാധ, ഒരു പൈശാചിക ശക്തി പുറത്തു വരുമ്പോൾ അത് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു അമ്പലത്തിൻ്റെ പേരോ ഒരു പുണ്യവാളിൻ്റെ പേരോ, ക്രിസ്ത്യൻ പുണ്യവാളിൻ്റെ പേരോ അല്ലെങ്കിൽ ഒരു ജിന്നിൻ്റെ പേരോ ഒന്നും ആയിരിക്കില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ആഫ്രിക്കയിലുള്ള ഇത്തരം ഭൂതങ്ങൾ പറയുന്ന പേരുകൾ, ഞാൻ മറൈൻ സ്പിരിറ്റാണ്, ഞാൻ കടലിൻ്റെ ശക്തിയാണ്, ഞാൻ പുഴയുടെ ശക്തിയാണ്, ഞാൻ കാടിൻ്റെ ശക്തിയാണ്, ഞാൻ ഏതെങ്കിലും വന്യമൃഗത്തിൻ്റെ പേര് പറയും, ഞാനൊരു ടൈഗറാണ്, ഞാനൊരു പുലിയാണ് എന്നൊക്കെ പറഞ്ഞ് പുലിയെ പോലെ ചാടുന്നൊക്കെ കാണിക്കും, ഞാനൊരു പാമ്പാണെന്നൊക്കെ പറഞ്ഞ് പാമ്പിനെ പോലെ ബിഹേവ് ചെയ്യും. അപ്പോൾ അവിടെയുള്ള വ്യക്തികളിൽ നിന്ന് ഭൂതങ്ങൾ പുറത്തു വരുമ്പോൾ പറയുന്ന പേര് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇനി പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോയാലോ, അമേരിക്കയിലൊക്കെ പോയാൽ, അമേരിക്കയിലൊക്കെ ഈ പൈശാചിക ശക്തികൾ പുറത്തു വരുമ്പോൾ ഒരിക്കലും പറയത്തില്ല ഞാൻ ഇന്ത്യയിലെ ഇന്ന അമ്പലത്തിലെ ഒരു ശക്തിയാണെന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് കൂടോത്രം ചെയ്തതിനെ അയച്ചതാണെന്നൊന്നും അത് പറയത്തില്ല. ആ ശക്തികളെ വിളിക്കുന്ന പേരുകൾ പലപ്പോഴും വിചിത്രമാണ്. ദ സ്പിരിറ്റ് ഓഫ് ഫിയർ, ദ സ്പിരിറ്റ് ഓഫ് സൂയിസൈഡ്, ദ സ്പിരിറ്റ് ഓഫ് ഡിപ്രഷൻ,
ദ സ്പിരിറ്റ് ഓഫ് ആങ്സൈറ്റി എന്നുള്ള രീതിയിലൊക്കെയാണ് ആ ശക്തികൾ പറയുന്നത്. നിരാശയുടെ ആത്മാവ്, ആത്മഹത്യയുടെ ആത്മാവ്, അല്ലെങ്കിൽ കലഹത്തിൻ്റെ ആത്മാവ്, കുടുംബകലഹത്തിൻ്റെ ആത്മാവ്, ഇങ്ങനെയുള്ള പേരുകളിലാണ് ആ ദുഷ്ടശക്തികൾ ഈ ദ്വന്ദ്വ വ്യക്തിത്വമുള്ള ഡുവൽ പേഴ്സണാലിറ്റി ഉള്ള ആളുകളിൽ നിന്ന് പുറത്തു വരുന്നത്. ലാറ്റിൻ അമേരിക്കയൊക്കെ മന്ത്രവാദത്തിന് ഭയങ്കര പേരുകേട്ട സ്ഥലങ്ങളാണ്. ലാറ്റിൻ അമേരിക്കയൊക്കെ, ഈ ലാറ്റിൻ അമേരിക്കക്കാരെ കുറിച്ച് സാധാരണ അങ്ങനെ ഒരു പറച്ചിൽ തന്നെയുണ്ട്, സ്പാനിഷ് മന്ത്രങ്ങൾ. അപ്പോൾ അവരുടെ ഇടയിൽ നിന്നുള്ള ഭൂതങ്ങൾ പുറത്തു വരുമ്പോൾ വളരെ പെക്യുലറായിട്ട് ഈ ലാറ്റിൻ അമേരിക്കൻ വിശ്വാസങ്ങളുമായിട്ടുള്ള ബന്ധത്തിലുള്ള പേരുകളാണ് പറയുന്നത്. ഇവിടുന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഈ പറയുന്ന പേരിലൊന്നും ഒരു അർത്ഥമില്ല. അതായത് ഈ ദ്വന്ദ്വ വ്യക്തിത്വമുള്ള വ്യക്തിയിൽ നിന്നോ മറ്റോ ഒരു പേര് പുറത്തു വന്നാൽ ആ പേരല്ല ഇമ്പോർട്ടൻ്റ്, മറിച്ച് അതിനപ്പുറമായിട്ട് ഒരു അന്ധകാരത്തിൻ്റെ ശക്തി ഈ വ്യക്തിയിൽ വ്യാപരിക്കുന്നു. ശീതളുടെ വീഡിയോയിൽ പറയുന്നില്ലേ, ഒരു ദൈവമുണ്ട്, നമുക്ക് അടുത്ത് നിൽക്കുന്ന ദൈവമുണ്ടെന്ന്. ശീതള ദൈവം ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഇരുട്ടിൻ്റെ ശക്തികളുമുണ്ട്. അത് നമ്മൾ ഈ ഇടുന്ന പേരുകളൊക്കെ ഒരുപക്ഷെ അപ്രസക്തമായിരിക്കാം. ദൈവം ഉള്ളതുപോലെ തന്നെ ഇരുട്ടിൻ്റെ ശക്തികളുമുണ്ട്, സാത്താന്യ ശക്തികളുമുണ്ട്. ഈ സാത്താന്യ ശക്തികളാണ് ലോകവ്യാപകമായിട്ട് ഓരോ വ്യക്തിക്കകത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിട്ട് ഡുവൽ പേഴ്സണാലിറ്റി ഇട്ട് വർക്ക് ചെയ്യുന്നത്. ആഫ്രിക്കൻ മന്ത്രവാദി ജൂജു മന്ത്രം ചെയ്താണ് ഈ പറഞ്ഞ ഹാരി കെയ്നിനെ ബന്ധിച്ചതെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അപ്പോൾ ജൂജു മന്ത്രത്തിൻ്റെ അകത്ത് ഒരു ദേവീദേവതയുടെ പേരൊന്നും ഉപയോഗിക്കുന്നില്ല. ഇവിടെ ചിലർ ദൈവങ്ങളുടെ പേര് ഉപയോഗിച്ച് മന്ത്രവാദം ചെയ്യുന്നു. അങ്ങനെയല്ലേ സത്യം? ഈ പാസ്റ്റർമാരൊക്കെ ഇന്ന ദൈവത്തിൻ്റെ പേരിൽ നിങ്ങൾക്കെതിരെ ആഭിചാരം ചെയ്തെന്ന് പറയുമ്പോൾ അവരെ ചീത്ത വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഇത് പോപ്പുലർ കൾച്ചറിലുള്ളതാണ്. എങ്ങനെയാണ് മന്ത്രവാദം ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു അമ്പലത്തിലോ പള്ളിയിലോ മോസ്കിലോ പോയി അവിടുത്തെ ഒരു സേവ കൂടിയല്ലേ, അതിനെ ഉപയോഗിച്ചുകൊണ്ട്, ആ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് മന്ത്രം ചെയ്യുന്നതെന്ന ആളുകളുടെ പൊതുവിലുള്ള ധാരണ. ഇത് പോപ്പുലർ കൾച്ചറിലുള്ളൊരു കാര്യമാണ്. പോപ്പുലർ കൾച്ചർ എന്താണെന്നറിയത്തില്ലേ? നമ്മൾ സിനിമകളിലൊക്കെ കാണത്തില്ലേ, മന്ത്രവാദ ക്രിയകൾ കാണത്തില്ലേ? അപ്പോൾ സിനിമകളിൽ മന്ത്രവാദ ക്രിയകൾ കാണിക്കുന്നതിന് കാരണം എന്താ? അത് ആളുകളുടെ വിശ്വാസം അങ്ങനെ ആയതുകൊണ്ടാണ്, പോപ്പുലർ കൾച്ചറിലുള്ളത് കൊണ്ടാണ്. ഏതെങ്കിലും ഒരു ഈ പറഞ്ഞതുപോലെ ഒരു ശക്തിയെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ മന്ത്രവാദ ക്രിയകൾ ചെയ്യുന്നതെന്നും മന്ത്രവാദികൾ തന്നെ അവകാശപ്പെടുന്നു. അപ്പോൾ അതൊരു പാസ്റ്റർ അദ്ദേഹത്തിന് വെളിപ്പാടിൽ കണ്ടിട്ടായിരിക്കാം, അല്ലായിരിക്കാം, അദ്ദേഹം പറയുന്നു ഇന്ന സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഇന്ന ദൈവത്തിൻ്റെ പേരിൽ നിനക്കെതിരെ ഒരു ആഭിചാരക്രിയ ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ചീത്ത വിളിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെന്താ ചെയ്യേണ്ടത്? സത്യത്തിൽ ഇത്ര മന്ത്രവാദക്രിയ പോലെയുള്ള ആഭിചാരക്രിയ പോലെയുള്ള ദുഷ്കർമ്മങ്ങൾ അത് ഏത് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഏത് റിലീജിയനിലാണെങ്കിലും നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ബോധനം ആളുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു നല്ല ക്രിസ്ത്യാനിയോ ഇനിയും മുസ്ലിങ്ങൾ തന്നെയാണെങ്കിൽ പറയുന്നു ഈ മന്ത്രവാദമൊക്കെ അവർക്ക് ഷിർക്കാണെന്ന്. ഒരു ഹിന്ദുവിനോട് ചോദിച്ചു നോക്കുക, നല്ലൊരു ഹിന്ദുവിനോട് ചോദിച്ചാൽ നല്ല ഹിന്ദുവും പറയത്തില്ല ഈ മന്ത്രതന്ത്രങ്ങൾ ചെയ്യണമെന്നൊന്നും പറയത്തില്ല. പിന്നെന്തിനാ ആളുകൾ ഇത് ചെയ്യുന്നത്? ആളുകളെ ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടി എനിക്ക് ഇന്നാര് ശത്രുവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ അവർ സ്വയമായിട്ട് കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുന്നു. ശത്രുവിനെ നശിപ്പിക്കാനുള്ള മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കണം, ശത്രു സംഹാര മന്ത്രങ്ങളുണ്ട്, ശത്രു സംഹാര പുഷ്പാഞ്ജലി, ശത്രു സംഹാര പൂജയൊക്കെയുണ്ട്. ഇതെന്തുവെന്ന് നമുക്കറിയാം, കാലാകാലങ്ങളിലായിട്ട് ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ അടുത്ത സമയത്തായിട്ട് ഈ പറഞ്ഞ വാക്കുകളെ പ്രയോഗങ്ങളെ ഒക്കെ വ്യാഖ്യാനിച്ച് ശത്രു എന്ന് പറഞ്ഞാൽ പുറമേയുള്ള ശത്രുവല്ല, നമ്മുടെ അകത്തുള്ള ശത്രുവിനെയാണ് സംഗ്രഹിക്കേണ്ടത് എന്ന് പറഞ്ഞുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഈ അടുത്ത സമയങ്ങളിൽ വരാറുണ്ട്. അതായത് ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ മറ്റൊരു ആളിനെ ശത്രുവായിട്ടൊന്നും കണ്ട് അയാൾക്കെതിരെ നടത്തുന്ന ഒരു പൂജയൊന്നുമല്ല, മറിച്ച് നമ്മുടെ അകത്ത് തന്നെയുള്ള ശത്രുവിനെയാണ് സംഗ്രഹിക്കേണ്ടത്. കാമ, ക്രോധ, മോഹ, ലോഭ ആദി ശത്രുക്കൾ ഒക്കെ അകത്തുണ്ട്, അതിനെയാണ് നശിപ്പിക്കേണ്ടതെന്നുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഈ അടുത്ത സമയങ്ങളിൽ വരാറുണ്ട്. കാരണം എല്ലാ റിലീജിയനും മോഡേണൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, റിഫോം ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. കാരണം പഴയ കാലത്ത് പറഞ്ഞതുപോലെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആളുകൾ ഉൾക്കൊള്ളത്തില്ലെന്നറിയാം. അപ്പോൾ ഈ ശത്രു സംഹാര യജ്ഞം, ശത്രു സംഹാര പൂജ, ശത്രു സംഹാര മന്ത്രമൊക്കെ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു ശരാശരി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദു എന്ന് പറയാം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചിന്ത തൻ്റെ ശത്രുവായി കാണുന്ന മനുഷ്യനെ അവന് പണി കൊടുക്കണം എന്നുള്ളതാണ്. അല്ലാതെ അതിനപ്പുറമായിട്ട്
ഈ പറഞ്ഞ കാമക്രോധം മോഹലോഭാദികളെ ഒന്നും നിഗ്രഹിക്കുവാൻ, സംഹരിക്കുവാനല്ല അവൻ ഈ പൂജയൊക്കെ ചെയ്യുന്നത്. അവൻ നോക്കുമ്പോൾ അവൻ്റെ അയൽവക്കത്തുകാരൻ പ്രശ്നക്കാരനാണ്. അവൻ്റെ അയൽവക്കത്തുകാരൻ നശിച്ചെങ്കിൽ മാത്രമേ അവന് ഉന്നതി കിട്ടത്തുള്ളൂ എന്ന് ആരോ ഇവൻ്റെ അകത്ത് മനസ്സിലിട്ട് കൊടുത്തു. അതുകൊണ്ട് അവൻ അന്വേഷിക്കുന്നു ഈ വിഷയത്തിൽ എവിടെ പരിഹാരം കിട്ടുമെന്ന്. അങ്ങനെ പരിഹാരം കിട്ടാൻ വേണ്ടിയുള്ള സ്ഥലങ്ങൾ അദ്ദേഹം തേടുന്നു. ആരെങ്കിലും മന്ത്രവാദിയുടെ പേര് പറയുന്നു, ആ മന്ത്രവാദി പറയുന്നു ഇന്നടത്ത് പോകുക, ഇന്നടത്ത് പോകുക. അതൊക്കെ ഓരോ പേരുള്ള സ്ഥലങ്ങളല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ പേരുള്ള സ്ഥലങ്ങളിൽ പോയി ഇവൻ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു, മന്ത്രവാദി പറഞ്ഞതൊക്കെ ചെയ്യുന്നു. അത് ഈ പറഞ്ഞ ആ ഒരു മതത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇസ്ലാം തന്നെ പറയുന്നില്ലേ അവർക്കിത് ഷിർക്കാണെന്ന്. പക്ഷേ ഇസ്ലാമിൻ്റെ ആളുകളല്ലേ കൂടുതൽ മന്ത്രവാദം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒക്കെ ഈ പറഞ്ഞ ഇസ്ലാമിക് മുസ്ലിം മന്ത്രവാദികളില്ല ഇവിടെയുള്ളവർ. ക്രിസ്ത്യാനികൾക്ക് ഇത് ഒട്ടും പിടിക്കാത്ത കാര്യമാണ്, ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിൽ ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ ക്രിസ്ത്യാനികളുടെ ഇടയിലും മന്ത്രവിദ്യകൾ ചെയ്യുന്ന ആളുകളില്ലേ. അപ്പോൾ ഇത് മതത്തിൻ്റെ ഭാഗമാണോ? ഇത് മതത്തിൻ്റെ ഭാഗമൊന്നുമല്ല. പക്ഷേ മതത്തെ പിടിച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ അമ്പലങ്ങളോ പുണ്യവാളന്മാരോ മോസ്കുകളോ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, മന്ത്രതന്ത്ര ക്രിയകൾ നടത്തുന്നു. കാരണം സാമാന്യ ജനത്തിന് തൻ്റെ ശത്രുവിനെ ഒതുക്കണം. അപ്പോൾ ശത്രു സംഹാര മന്ത്രം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ഇതൊക്കെ അകത്തെ ശത്രുക്കളെയാണ് സംഹരിക്കേണ്ടത്. പക്ഷേ സാമാന്യ ജനം അങ്ങനെയല്ല അത് ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ വളരെ പ്രസിദ്ധമാകുന്ന ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ഈ ശത്രു സംഹാര ക്രിയകൾക്ക് വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ അവിടെ ആളുകൾ പോകും. എന്തിനു വേണ്ടിയാണ്? അവിടെ ആളുകൾ പോകുമ്പോൾ അവർക്ക് ഒരു ശത്രുവുണ്ട്, ആ ശത്രുവിനെ സംഹരിക്കുക അല്ലെങ്കിൽ അവനെ ഒഴിവാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഈ പറഞ്ഞ ആഫ്രിക്കൻ മന്ത്രവാദി പറഞ്ഞതുപോലെ റൊണാൾഡോയുടെ നീ ഇഞ്ചുറി ഉണ്ടാക്കിയത് പുള്ളിയാണെന്ന് പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരു മന്ത്രം ചെയ്തു കഴിഞ്ഞാൽ ആർക്കിട്ടാണ് പണി കൊടുത്തത് അവനൊരു ആക്സിഡൻറ്റ് പറ്റിക്കഴിയുമ്പോൾ അകത്ത് സന്തോഷിക്കുന്ന എൻ്റെ പരിപാടി വിജയിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് സന്തോഷിക്കുന്നത്. ഇതൊക്കെയാണ് സാമാന്യ ജനം ചെയ്യുന്നത്. ഞാൻ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഗൂഗിളിൽ. അപ്പോൾ ഗൂഗിളിൻ്റെ AI എന്നോട് പറഞ്ഞു തന്നു ഈ ശത്രു സംഹാര മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്. അതിനകത്ത് പറയുന്നത് ഇത് ചില പ്രത്യേക ക്ഷേത്രങ്ങളുടെയൊക്കെ പേര് പറഞ്ഞിട്ട് പറയുന്നു ആ സ്ഥലങ്ങളിലൊക്കെ പോയി ഈ പറഞ്ഞതുപോലെ അകത്തെ ശത്രുവാകാം പുറത്തെ ശത്രുവാകാം ആ ശത്രുവിനെ ആ ശത്രു നിമിത്തം ഉണ്ടായ ദോഷത്തെ പരിഹരിക്കുന്നതിനുള്ള മന്ത്രങ്ങളാണ്. അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ശത്രു സംഹാര മന്ത്രത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൻ്റെ ആരംഭത്തിൽ ദേവീദേവന്മാരുടെ പേരുണ്ട്. പക്ഷെ ഞാൻ ആ പേരുകൾ വായിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ തീപ്പൊരി വീണാൽ ആളി കത്തിക്കാൻ ആളുകളുള്ളപ്പോൾ നമ്മൾ വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് നമ്മൾ ആ പേരുകൾ വായിക്കുന്നില്ല. ആ പേരുകൾ വായിക്കേണ്ട ആവശ്യവുമില്ല. കുറേ ദേവീദേവന്മാരുടെയൊക്കെ പേര് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ട് പറയുകയാണ് ശത്രു സംഹാര മന്ത്രം പറയുകയാണ് ശത്രു സംഹാര മന്ത്രം അതികഠിനമായ ശത്രുദോഷത്താൽ വിഷമിക്കുന്നവർ ദിനവും കേൾക്കുക. ക്ഷണത്തിൽ ഫലം. അതാണ് പല ശ്രുതി ആയി പറയുന്നതാണ്. ശത്രു സംഹാരം ഉപദ്രവിക്കുന്നവർക്ക് അപകടങ്ങളുണ്ടായി നമ്മെ അവരിൽ നിന്നും സംരക്ഷിക്കുന്ന അതിതീവ്രമായ ജപം. പിന്നെ വളരെ പ്രസിദ്ധമാകുന്ന ഒരു ശത്രു സംഹാര മന്ത്രമാണ് അതിന് ശേഷം താഴെ എഴുതി വച്ചിരിക്കുന്നത്. ഈ മന്ത്രം നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് അപകടങ്ങളുണ്ടാകും. അവരിൽ നിന്ന് അവരിൽ നിന്ന് സംരക്ഷണം ഉണ്ടാകും. സംരക്ഷണം ഉണ്ടാകും. അതിതീവ്രമായ ഒരു ജപമാണ് ഇത്, ശത്രു സംഹാര മന്ത്രം. അപ്പോൾ ഒരു കോമൺ മാൻ, ഒരു സാധാരണ മനുഷ്യൻ ഈ പറഞ്ഞ ശത്രു സംഹാര മന്ത്രമാകട്ടെ, ഇങ്ങനെയുള്ള ആഭിചാര മന്ത്രമാകട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഭിചാര ക്രിയകളാകട്ടെ, ക്രിസ്ത്യാനി കടമറ്റത്ത് സേവ കൊണ്ട് ചെയ്യുന്നതോ മുസ്ലിങ്ങൾ ജിന്നിനെ കൊണ്ട് ചെയ്യുന്നതോ ഒക്കെ അവരുടെ ശത്രുവിന് പണി കൊടുക്കാനാണ്. നമ്മൾ പിന്നെ ഈ തിയോളജിക്കലി വ്യാഖ്യാനിച്ച് ഞങ്ങളുടെ വിശ്വാസം അങ്ങനെയല്ല, ഇങ്ങനെയാണ്, അകത്തെ ശത്രുവിനെ കൊല്ലേണ്ടതെന്നൊക്കെ നമ്മൾ പറയുന്നതെങ്കിലും പോപ്പുലർ കൾച്ചറിൽ സാധാരണക്കാരുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസമാണ് കുടിയിരിക്കുന്നത്. അതുകൊണ്ട്
ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒരാൾ ഒരു മന്ത്രമൊക്കെ ചെയ്യുന്നു, ഇന്നടുത്ത് പോയി ഇന്ന ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു മന്ത്രമൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആഭിചാരം ചെയ്തെന്ന് പറഞ്ഞാൽ അതങ്ങനെ നടന്നെന്നുള്ളത് ശരിയാ. കേരളത്തിൻ്റെ KPCC പ്രസിഡന്റ് K. സുധാകരനെതിരെ ആഭിചാരം ചെയ്തെന്നല്ലേ അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അസുഖം വന്നതെന്ന് അദ്ദേഹം പറയുന്നു. അതിന് പത്തനംതിട്ടയിൽ നിന്ന് വേറെ ഒരു മന്ത്രവാദിയെ കൊണ്ടുപോയിട്ട് അതിനെ തിരിച്ചു ചെയ്തെന്നൊക്കെ പറയുന്നു. ഈ വാർത്ത നിങ്ങൾ കേട്ടതല്ലേ? ഞാൻ പണ്ടൊരു പാഠഭേദം ഇതിനെക്കുറിച്ച് ചെയ്തതാണ്. അപ്പം പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റും നടക്കുന്നുള്ളത് കൊണ്ട് ആരെങ്കിലും ഒരു പാസ്റ്ററോ ഒരു ദൈവദാസനോ നിനക്കെതിരെ ഇന്ന പുണ്യവാളൻ അല്ലെ ഇന്ന സെയിൻറ്റ്, ആ സെയിൻറ്റിൻ്റെ പേരിൽ ഒരു മന്ത്രം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ആഭിചാരമുണ്ടെന്ന് പറഞ്ഞാൽ ആ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇത് പോപ്പുലർ കൾച്ചറിലുള്ള ഒരു കാര്യമാണ്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, പണ്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പോലും ചില പിള്ളേർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവർക്കിട്ട് പ്രശ്നമുണ്ടാക്കിയ ക്ലാസ്സിലെ മറ്റു കുട്ടികളെ അവനെതിരെ പോകുന്ന പോക്കിൽ ഒരു കുരിശുമുട്ടി പോയി ഞാനൊരു മെഴുകുതിരി കത്തിക്കുമെന്ന്. അന്നത്തെ കാലത്തൊക്കെ ചെയ്യുന്ന ചെറിയ മന്ത്രമാണ് കേട്ടോ. അവന് പണി കിട്ടണം. അടുത്ത ദിവസം ടീച്ചർ അവനെ നല്ല 2 അടി കൊടുക്കുമ്പോൾ ഈ മെഴുകുതിരി കത്തിച്ചവൻ ചിരിക്കുന്നു, പുണ്യവാളൻ പണി കൊടുത്തു കഴിഞ്ഞു. ചെറിയ ചെറിയ ആഭിചാരക്രിയകളാണ് കേട്ടോ. ഇതൊക്കെ എത്ര ഉൾക്കൊള്ളുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ പേരിൻ്റെ ഒന്നും ഒരു വിഷയമില്ല. ഇന്ന പുണ്യവാളൻ്റെ കുരിശടിയിലാണ് അല്ലെങ്കിൽ കപ്പോളയിലാണ് ഈ മെഴുകുതിരി കത്തിച്ചത്, അതുകൊണ്ട് ആ പുണ്യവാളൻ്റെ ശക്തി കൊണ്ട് സംഭവം നടന്നിരിക്കുന്നു. ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു മന്ത്രവാദം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി ഇതൊക്കെ അന്ധവിശ്വാസങ്ങളെ വളർത്താനുള്ള ഉപാധികളാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു വെളിച്ചത്തിൻ്റെ ദൈവിക ശക്തി ഉള്ളതുപോലെ ഒരു ഇരുട്ടിൻ്റെ ശക്തിയുമുണ്ട്. അതിന് പ്രത്യേകിച്ച് പേരിട്ടൊന്നും നമ്മൾ വിളിക്കേണ്ട. പൊതുവേ അന്ധകാരത്തിൻ്റെ ശക്തിയെന്നോ സാത്താന്യ ശക്തിയെന്നോ അങ്ങ് വിളിച്ചാൽ മതി. ഈ സാത്താന്യ ശക്തികൾ ഒരാളെ പോയിട്ട് ഒരു ആഭിചാരക്രിയ ചെയ്യുമ്പോൾ ആ ആഭിചാരക്രിയയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി, ആ അന്ധവിശ്വാസത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ പറഞ്ഞ ദൈവികമായ ശക്തിക്കെതിരെ നിൽക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളാണ് ഈ ആഭിചാരക്രിയയുടെ ഫലമുണ്ടാക്കി കൊടുക്കുന്നത്. ഈ ആഫ്രിക്കൻ മന്ത്രവാദി വലിയ ശക്തനായിട്ടൊന്നുമല്ല. ലോകം മുഴുവൻ ഫുട്ബോൾ കളി നടക്കുമ്പോൾ സാത്താൻ ഒരു മൈലേജ് കിട്ടണം, അതുകൊണ്ട് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ഒരു സംഭവത്തിന് തെളിവ് കൊടുത്തു സാത്താൻ. ഇംഗ്ലണ്ട് ആ കളിയിൽ അത്രയധികം മേൽക്കോയ്മ കാണിച്ചിട്ട് അവർക്ക് ഗോൾ അടിക്കാതിരുന്നപ്പോൾ ലോകം പറഞ്ഞു മന്ത്രവാദിയുടെ ശക്തിയാണ്. മന്ത്രവാദിയുടെ ശക്തിയല്ല, മറിച്ച് മന്ത്രവാദിയുടെ പിന്നിൽ ഒരു അന്ധകാരത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നു. അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അതേ എനിക്ക് പറയാനുള്ള പോയിൻ്റുള്ളൂ. നമ്മളതുകൊണ്ട് ഏതെങ്കിലും ഒരു പേര് ഇവിടെ കേരളത്തിൽ വിളിച്ചു പറഞ്ഞ പേര് ഇന്ന പള്ളിയുടെ പേരാ, ഇന്ന മോസ്കിൻ്റെ പേരാ എന്ന് പറഞ്ഞ് ആ പള്ളിക്കാരും മോസ്കുകാരെല്ലാം കൂടെ ഇംഗ്ലാവ് വിളിച്ചോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ആ അമ്പലത്തിൻ്റെ പേരാന്ന് പറഞ്ഞ് കണ്ടോ ഞങ്ങളുടെ ദൈവത്തെ അപമാനിച്ചെന്ന് പറഞ്ഞ് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമുക്ക് ചുറ്റും നടക്കുന്ന പോപ്പുലർ കൾച്ചറിലുള്ള കാഴ്ചകളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുന്ന അന്ധകാര ശക്തികളുടെ പ്രവർത്തികളാണെന്ന് മനസ്സിലാക്കി നമ്മൾ തമ്മിൽ തല്ലാതെ ബുദ്ധിയുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ് ഈ പാഠഭേദത്തിലൂടെ എനിക്ക് പറഞ്ഞു തരാനുള്ള പാഠം. ഇനി വാൽകഷ്ണം പോലെ എൻ്റെ പ്രിയപ്പെട്ട ക്രിസ്തീയ സ്നേഹിതരോട്, ക്രിസ്തീയ ശുശ്രൂഷകരോട് ഞാനൊരു കാര്യം പറയാം. നമ്മുടെയൊക്കെ ശുശ്രൂഷയിൽ ഭൂതശക്തികൾ പ്രാർത്ഥനയിൽ പുറത്തു വരും. ഈ പറഞ്ഞ ഡുവൽ പേഴ്സണാലിറ്റിയെ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പം മാത്രമല്ല, ഹിപ്നോട്ടൈസ് ചെയ്യുന്നതും അതുപോലൊരു പ്രോസസ്സാണ്. നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെ ഒരു വ്യക്തിയെ അയാളുടെ അകത്തുള്ള ഡുവൽ പേഴ്സണാലിറ്റിയെ പുറത്തു കൊണ്ടുവരുന്നത്. ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ആൾ എന്താ ചെയ്യുന്നത്? അതിനകത്ത് മരുന്ന് വല്ലതും കൊടുക്കുന്നുണ്ടോ? ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ആൾ സജഷൻസ് കൊടുക്കുക അല്ലേ? അതായത് നീ ഇപ്പോൾ ഉറങ്ങുന്നു, നീ ആരാണ് എന്നൊക്കെ പറഞ്ഞ് ആ അകത്തുള്ളതിനെ പുറത്തു കൊണ്ടുവരികയെന്ന്. ഇതുപോലെ തന്നെ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തി അദ്ദേഹം പ്രാർത്ഥനയിലൂടെ കൊടുക്കുന്ന സജഷൻസിനെ അകത്തുള്ള ഡുവൽ പേഴ്സണാലിറ്റി റെസ്പോണ്ട് ചെയ്തിട്ട് പുറത്തു വരുന്നു. അപ്പോൾ അതിൻ്റെ പേര് പറയുന്നു. ചിലപ്പോൾ ആ പറയുന്ന പേര് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ജിന്നിൻ്റെയോ അമ്പലത്തിൻ്റെയോ പള്ളിയുടെയോ ഒക്കെ പേരായിരിക്കാം. നമ്മൾ ഈ പേരിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. ഈ പേരാ ഇന്നടത്തു നിന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇതിനൊക്കെ ഒരു കോമൺ നെയിമുണ്ട്. മനുഷ്യനെ നശിപ്പിക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തി എന്ന് വിളിച്ച് അതിനെ അങ്ങ് പുറത്താക്കിയാൽ മതി. അങ്ങനെ പുറത്താക്കുന്ന ശുശ്രൂഷ ചെയ്യുമ്പോൾ അല്ലേ, നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്.
നമ്മൾ അത് വലിയ പബ്ലിസിറ്റി കൊടുക്കാൻ പോകാതിരിക്കുകയാണ് നല്ലത്. കഴിഞ്ഞ ഞായറാഴ്ചയും ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ മഹാരാഷ്ട്രനാകുന്ന ഒരു സഹോദരിയിൽ നിന്ന് ഒരു അന്ധകാരത്തിൻ്റെ ശക്തി പുറത്തു വന്നു. കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് നിലത്ത് വീണു, ഉരുണ്ടു, ബഹളമുണ്ടാക്കി. പക്ഷേ ഞങ്ങളുടെ ചർച്ച എടുക്കുന്ന ഒരു സ്ട്രിക്റ്റ് പോളിസിയുണ്ട്. അത്തരത്തിലുള്ള ഒരു വീഡിയോയും ഞങ്ങൾ പുറത്തു വിടത്തില്ല. അതിന് രണ്ടാണ് കാരണം. കാരണം ഒന്ന്, ഈ അന്ധകാര ശക്തി പുറത്തു വരുമ്പോൾ, ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി പുറത്തു വരുമ്പോൾ ഈ വ്യക്തിയുടെ ബോധത്തോടെയല്ല, അറിവോടെയല്ല, അകത്തുള്ള ആ ദ്വന്ദ്വ വ്യക്തിത്വം ഒത്തിരി സംസാരിക്കും. അതൊരു പക്ഷേ ഈ പറഞ്ഞതുപോലെ വ്യാജമായിരിക്കും പറയുന്നത്. ഈ പറയുന്ന പേരുകൾ സത്യം പോലും ആയിരിക്കത്തില്ല. ആഫ്രിക്കയിൽ ഞാനൊരു കടുവയാണെന്ന് പറയുന്ന അതേ അന്ധകാര ശക്തി ഒരു അമേരിക്കക്കാരൻ്റെ അകത്തു നിന്ന് വരുമ്പോൾ പറയും ഞാൻ സൂയിസൈഡിൻ്റെ സ്പിരിറ്റാന്ന് പറയും. അത് ഇന്ത്യക്കാരൻ്റെ അകത്തു നിന്ന് വരുമ്പോൾ അത് പറയും ഏതെങ്കിലും ഒരു ഈ പറഞ്ഞ ശക്തി കേന്ദ്രത്തിൻ്റെ പേര് പറയും. ഇതൊക്കെ വെറും പേരുകളാണ്, ഇതിലൊന്നും അർത്ഥമില്ല. ഇതിനൊക്കെ പൊതുവേ ഉള്ള പേരാണ് മനുഷ്യനെ നശിപ്പിക്കുന്ന അന്ധകാര ശക്തികൾ. നമ്മൾ ഇതിനെ ചോദ്യം ചെയ്ത് നീ ആരാണ്, എവിടെ നിന്ന് വന്നു, എന്താ നിൻ്റെ ഉദ്ദേശം, എവിടെ നിന്നാണ് നിന്നെ അയച്ചത്, ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. വേദപുസ്തകത്തിൽ അതിന് വ്യവസ്ഥയില്ല. വേദപുസ്തകത്തിൽ ഇത്രയേ പറയുന്നുള്ളൂ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പറഞ്ഞ ദ്വന്ദ്വ വ്യക്തിത്വം അകത്തിരിക്കുന്ന ആ ഡുവൽ പേഴ്സണാലിറ്റിയെ പുറത്താക്കുക എന്നേ വേദപുസ്തകം പറയുന്നുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞതെല്ലാം കൂടെ റെക്കോർഡ് ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചിട്ട് നമ്മൾ ഈ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും ഇവന് മൈലേജ് കിട്ടുന്ന, ഈ അന്ധകാരത്തിന് മൈലേജ് കിട്ടുന്ന ഒരു കാര്യവും നമ്മൾ പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോൾ ഞാൻ ഈ പറഞ്ഞ വേൾഡ് കപ്പിലെ മന്ത്രവാദിയുടെ കഥ പറഞ്ഞത് തന്നെ എനിക്കിഷ്ടമല്ല. കാരണം ഒരു മന്ത്രവാദി അദ്ദേഹത്തിലൂടെ ഒരു അന്ധകാര ശക്തി ലോകത്തിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റോറിക്ക് മൈലേജ് കൊടുക്കേണ്ട കാര്യം നമുക്കില്ല. പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സബ്ജക്റ്റുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള രംഗങ്ങൾ നമ്മൾ വീഡിയോ പിടിച്ച് ഇട്ട് വെറുതെ ആവശ്യമില്ലാത്ത വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കേണ്ട കാര്യം ഇല്ല. കാരണം ഈ ദുഷ്ടശക്തി ഒരു വ്യക്തിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആ ദ്വന്ദ്വ വ്യക്തിത്വം പറയുന്ന കാര്യങ്ങൾ പകുതിയും വ്യാജമാണ്. വേദപുസ്തകം സാത്താനെക്കുറിച്ച് പറയുന്നത് അവൻ ഫോഷ്കിൻ്റെ പിതാവെന്ന്, കള്ളൻ്റെ അപ്പനെന്ന്, വാ തുറന്ന കള്ളമേ പറയത്തുള്ളൂ. ഇവൻ പറയുന്നതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ അന്ധകാരം പറയുന്നത് വിശ്വസിക്കാൻ ഒക്കത്തില്ല. അത് തമ്മിൽ തല്ലിക്കാൻ വേണ്ടി പറയും. അയൽവക്കത്തുകാരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി പറയും, അയൽവക്കത്തുകാരനായി ഇത് ചെയ്തെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഭൂതങ്ങൾ വെളിപ്പെടുമ്പോൾ അത് പറയുന്ന വാർത്തയൊന്നും നമ്മൾ വിശ്വസിക്കാൻ പോകേണ്ട കാര്യമില്ല, അതൊന്നും പബ്ലിഷ് ചെയ്യാനും പോകേണ്ട കാര്യമില്ല. രണ്ടാമത്, പൈശാചിക ശക്തി ഒരിൽ നിന്ന് വെളിപ്പെടുമ്പോൾ ആ വ്യക്തി സുബോധത്തോടു കൂടിയല്ല ബിഹേവ് ചെയ്യുന്നത്. നിലത്ത് വീഴും, ഉരുളും, ബഹളമുണ്ടാക്കും. ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന സംഭവങ്ങളാണ്, അല്ലാതെ ഇതൊന്നും തട്ടിപ്പൊന്നുമല്ല. ശീതളനും മറുനാടനും ഒന്നും ഈ കാര്യങ്ങൾ അത്രയും അറിയാത്തത് കൊണ്ടാണ് അവരത് പറയുന്നത്. നമുക്കറിയാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. നമ്മൾ കാണാത്ത മണ്ഡലത്തിൽ, അദൃശ്യ ലോകത്തിൽ ഒത്തിരി ശക്തികളുണ്ട്. ഇതൊക്കെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നു. ആത്മീക ശുശ്രൂഷയിൽ ഞങ്ങൾ കാണുന്നു. അനേകർ ഇപ്രകാരമുള്ള ദ്വന്ദ്വ വ്യക്തിത്വമുള്ള വ്യക്തികൾ ഞങ്ങളുടെ ശുശ്രൂഷയിൽ വിടുവിക്കപ്പെടുന്നത് ഞങ്ങൾ കാണുന്നു. സൈക്കാട്രിസ്റ്റിൻ്റെ അടുക്കൽ മാത്രമല്ല ഈ ഡുവൽ പേഴ്സണാലിറ്റിയൊക്കെ മാറുന്നത്. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഇങ്ങനെയുള്ള ദ്വന്ദ്വ വ്യക്തിത്വങ്ങൾ പുറത്തു പോകുന്നത് ഞങ്ങൾ കാണുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ഒരു അന്ധകാരം ഇവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഇവർ ചെയ്യുന്ന അവരുടെ ബിഹേവിയറൊക്കെ അവരുടെ സുബുദ്ധിയിലല്ല ചെയ്യുന്നത്. നമ്മളത് വീഡിയോ എടുത്ത് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചാൽ ആ വ്യക്തിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ആ വ്യക്തിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, ആ വ്യക്തിക്കൊരു പ്രൈവസി ഉണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ സ്ട്രിക്റ്റാണ്. പൈശാചിക ശക്തികൾ വെളിപ്പെട്ട ഒരു വ്യക്തി കാണിക്കുന്ന കോപ്രായങ്ങൾ ഒരു കാരണവശാലും വീഡിയോ പിടിക്കാനോ അത് വീഡിയോ എടുത്ത് പുറത്ത് പബ്ലിഷ് ചെയ്യാനോ പാടില്ല. കാരണം നമ്മൾ ആ വ്യക്തിയുടെ, ഇപ്പോൾ ഒരു സഹോദരി അല്ലേ, ആ സഹോദരി പബ്ലിക്കായിട്ട് വന്നിട്ട് അവർ തലമുടിയൊക്കെ അഴിച്ചിട്ട് അവർ വസ്ത്രമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി ബഹളം ഉണ്ടാക്കുമ്പോൾ ആ വ്യക്തിക്കൊരു പ്രൈവസി ഇല്ലേ? അങ്ങനെയുള്ള ശുശ്രൂഷകൾ വളരെ രഹസ്യമായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പബ്ലിക്കിൻ്റെ മുമ്പിലല്ല, രഹസ്യമായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നാളെ ആ വീഡിയോ കാണുമ്പോൾ വ്യക്തിക്ക് എന്തൊരു ഹൃദയത്തകർച്ചയാണ് ഉണ്ടാകുന്നതെന്ന് അറിയാം. പക്ഷേ അങ്ങനെയുള്ള വീഡിയോകൾ പ്രചരിപ്പിച്ചാൽ ഈ പാസ്റ്റർ വലിയ പവർഫുൾ ആണെന്നുള്ള ഒരു പബ്ലിസിറ്റി കിട്ടും. ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിൽ ആ ഒരു പൈശാചിക ശക്തി പുറത്ത് വന്ന രംഗമൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ക്ലിപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാൽ ആളുകൾ പറയോ അസദിലെ ഫിനി പാസ്റ്റർ ഭയങ്കര പവർഫുൾ ആകട്ടെ, പുള്ളി കൈവച്ചാൽ ഉടനെ ഭൂതങ്ങൾ വിറയ്ക്കും. നമുക്ക് പേരെടുക്കാം, പക്ഷെ നമ്മൾ ഹനിക്കുന്നത്, നമ്മൾ മോശമാക്കുന്നത് എൻ്റെ ചർച്ച വന്ന ആ സഹോദരിയുടെ വ്യക്തിത്വത്തെയാണ്,
ലോകം മുഴുവൻ കാണുകയാണത്. അവരുടെ പ്രൈവസിയെ നമ്മൾ ഹനിക്കുകയാണ്. നാളെ അവർക്കൊരു ജീവിതമുണ്ട്, അവർക്കൊരു ഫ്യൂച്ചറുണ്ട്. അവരെ കണ്ണുകൾ കൊണ്ട് പിന്നെ നാളെ വെളിയിലുള്ളവരവരെ കാണുകയുള്ളൂ. ഇത്തരം അനീതി നമ്മൾ ചെയ്യരുത് എന്നൊരു വാൽകഷ്ണം പോലെ എൻ്റെ ക്രിസ്തീയ ശുശ്രൂഷകന്മാരോട്, സ്നേഹിതന്മാരോട് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദം നിർത്തുകയാണ്. എനിക്ക് കിട്ടിയൊരു അണ്ടർസ്റ്റാൻഡിങ്ങാണ് പറഞ്ഞത് കേട്ടോ. എൻ്റെ അറിവാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒബ്സർവേഷനാണ് പറഞ്ഞത്. ഞാൻ ഈ പേരുകളിട്ട് വിളിച്ച് ഇന്ന പള്ളി, ഇന്ന അമ്പലം, ഇന്നത് എന്നൊക്കെ പറഞ്ഞ് ഇതിനൊന്നും പുറത്താക്കാൻ ശ്രമിക്കാറില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആഭിചാരവും മന്ത്രവും അന്ധവിശ്വാസങ്ങളും ഒന്നും ദൈവികമല്ല, അതൊക്കെ പൈശാചികമാണ്. അതിനെ ഒന്നിച്ചു കൂട്ടി ഒറ്റ പേര് വിളിച്ചാൽ മതി, പൈശാചികമെന്ന് വിളിച്ചാൽ മതി. ആ പൈശാചിക ശക്തികളെ, നാം വിശ്വസിക്കുന്ന ആ പൈശാചിക ശക്തികളെ ഒരു ദൈവദാസൻ എന്ന നിലയിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പുറത്താക്കുക, അത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദത്തിന് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.